കർത്താവിന് നന്ദി കരയേറ്റുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് ഒരു അവസരം കൂടെ നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഭാഗം നമ്മെക്കുറിച്ചുള്ള, മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ഗോഡ്സ് മിഷൻ അപ്പോൺ മാൻ, മനുഷ്യൻ്റെ മേലുള്ള ദൈവ പദ്ധതി അഥവാ മനുഷ്യൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ആ സ്വപ്നം, ദൈവത്തിൻ്റെ പദ്ധതി എന്നുള്ള വാക്ക് അത്ര ക്ലിയറായ വാക്കാണോന്ന് എനിക്കറിയില്ല. ഒരു പ്രോജക്റ്റ് എന്നുള്ള ഒരു അർത്ഥം അതിനകത്ത് നിന്ന് എടുക്കരുത്. പകരം ദൗത്യം, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ നേരത്തെ ഒരു ബൈബിൾ ക്ലാസ്സിൽ കർത്താവിൻ്റെ ഇഷ്ടമിന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ എന്ന വേദഭാഗത്തിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. എന്നാൽ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ പഠിക്കുന്ന വേദഭാഗങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായി സൃഷ്ടിയിൽ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുണ്ടായിരുന്ന ലക്ഷ്യമെന്താണ്, അത് നമ്മൾ എത്രത്തോളം പ്രാവർത്തികമാക്കണം, ആ വക കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ഇന്നലെയുള്ള പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത്. അതിൻ്റെ തുടർന്നും നമുക്ക് പഠിക്കണം. വ്യക്തി എന്ന നിലയിലും കുടുംബം എന്ന നിലയിലും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പഠിക്കാനാണ് ഇന്ന് വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു, കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത് വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി സൃഷ്ടിച്ചതല്ല, പ്രത്യുത വലിയൊരു ലക്ഷ്യത്തോടു കൂടെയാണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ കണ്ടു. എന്തായിരുന്നു ലക്ഷ്യം? മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതായത് ദൈവം ആത്മാവാണ്, നമ്മൾ ആത്മസ്വരൂപികളാണ്, നമുക്ക് ശരീരമുണ്ട് എങ്കിലും നമ്മൾ ആത്മജീവികളാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. എന്തിനാണ് ആത്മജീവിയായി മനുഷ്യനെ സൃഷ്ടിച്ചത്? ലോകത്തിൽ ഒരു ജീവിയെയും ദൈവം ആ രീതിയിൽ സൃഷ്ടിച്ചില്ല. പ്രത്യുത മനുഷ്യനെ മാത്രം അങ്ങനെ സൃഷ്ടിക്കാൻ കാര്യം, ദൈവം മനുഷ്യനുമായിട്ട് സഹവാസം, സംസർഗം, സഹകരണം ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. അത് കഴിയണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതതു തരം എന്നൊരു വാക്ക്, ഓഫ് ഇറ്റ്സ് ഓൺ കൈൻഡ്, അവർക്ക് മാത്രമേ ഈ പറയുന്ന സഹവാസവും സഹകരണം എന്ന് പറയുമ്പോൾ സംസർഗം, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി കമ്മ്യൂണിയൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ തരത്തിൽ നമ്മളെ സൃഷ്ടിച്ചു. എന്താണ് ദൈവത്തിൻ്റെ തരം അഥവാ വാട്ട് ഈസ് ദി ഇമേജ് ഓഫ് ഗാഡ്? അത് രണ്ട് കൈയും രണ്ട് കാര്യമൊന്നുമല്ല. എന്താണ്? ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവ് ആകുന്നു. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത അഥവാ ദൈവത്തിൻ്റെ ഇമേജ്. അതേ ഇമേജിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മെ ആത്മജീവികളായി സൃഷ്ടിച്ചു എന്ന് നമ്മൾ കണ്ടു. എന്തിന്? ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ നമ്മൾ ജീവിക്കേണ്ടതിന്, നിരന്തരമായ സംസർഗത്തിൽ. നമ്മൾ കണ്ടു, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അതിലൂടെ ദൈവം പറയുന്നത് മോനാണ് ശരിക്കും. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ജീനിയോളജി 3-ാം അധ്യായത്തിൽ വായിച്ച് പുറകോട്ട് പോകുമ്പോൾ ശേത്ത് ആദമിൻ്റെ മകൻ, ആദം ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ മകനുമാണ്, പ്രജയുമാണ്, രണ്ടുമാണ്. ദൈവം രാജാവാണ്, പിതാവുമാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു, അല്ലേ? അപ്പോൾ ദൈവം രാജാവാണ്, പിതാവാണ്. ആ പിതാവിൻ്റെ മകനായി, പ്രജയായി, അവനോട് ചേർന്ന് അവൻ്റെ പ്രതിനിധിയായി ഈ ലോകത്തിൽ ജീവിക്കുവാനാണ് ദൈവം, അതായത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട്. അതാണ് അവന് ലഭിച്ചിരിക്കുന്നത്. പുത്രാധികാരമാണ്, പുത്രൻ്റെ അധികാരം. സങ്കീർത്തനം 8 നമ്മൾ വായിച്ചു, അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നതായ ആ പുത്രാധികാരത്തിൻ്റെ ഒരു സിമ്പലായിട്ടാണ് തേജസ്സിനെ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ തേജസ്, തേജോമയനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ അവനെ പ്രാപ്തമാക്കുന്നത് ദൈവത്തിൻ്റെ തേജസ്സാണ്. ദൈവം അണിയിച്ച തേജസ്സും ബഹുമാനവും. ആ തേജസ് നമ്മിൽ നിലനിൽക്കണമെങ്കിൽ ആത്മാവാകുന്ന ദൈവവുമായി നമുക്ക് നിരന്തര സമ്പർക്കമുണ്ടായിരിക്കണം. ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയാൽ മനുഷ്യൻ ഒരിക്കലും ദൈവ തേജസ് ഉണ്ടാവുകയില്ല. ഇൻഡിപെൻഡൻസ്. ഞാൻ ഇടയ്ക്ക് പറയുകയാണ്, ആദ്യത്തെ പാപത്തെക്കുറിച്ച് നമ്മളാകെ മനസ്സിലാക്കുന്നത് എന്താണ്? പഴം പറിച്ചു തിന്നു എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് പഴം പറിച്ചു തിന്നു? അവൻ പറഞ്ഞു, എനിക്ക് ദൈവത്തെ പോലെ ആകണം, ഇനി ദൈവത്തിൻ്റെ കീഴിലൊന്നും നിൽക്കാൻ എനിക്ക് വയ്യ, നന്മ എന്നാ തിന്മ എന്നാന്നൊക്കെ ഇനിയിപ്പം ദൈവം പറഞ്ഞു തരുമൊന്നും വേണ്ട, അത് ഞാൻ തീരുമാനിച്ചോളാം. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം അവൻ പറിച്ചു നിന്നത് ദൈവത്തെ അവൻ്റെ ലോകത്തിന് പുറത്താക്കാനാ. ദൈവം അവന് പുറത്ത്, അവൻ ഇൻഡിപെൻഡൻ്റ് ആകുവാനാണ്, ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാകുവാനാണ് അവൻ പഴം പറിച്ചു തിന്നത്. അപ്പോൾ ആദ്യത്തെ പാപം എന്താണെന്ന് ചോദിച്ചാൽ പഴം പറിച്ചു തിന്നതല്ല,
ഇൻഡിപെൻഡൻസ് ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാവുന്നതാണ്. ദൈവം മനുഷ്യനെ അങ്ങനെ അല്ല സൃഷ്ടിച്ചത്. ദൈവം ഡിപ്പെൻഡൻ്റായിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ജീവശ്വാസം ഊതിയത്. എന്ന് വെച്ചാൽ എൻ്റെ ശ്വാസമാണ് നിന്നിൽ ഒഴുകുന്നത്. അത് ആനിമൽ ലൈഫ് കൊടുക്കുന്നതല്ല, ആത്മജീവനാണ്. കാര്യം ആത്മാവാകുന്ന ദൈവം ആത്മരൂപിയായ ആത്മാവുള്ള മനുഷ്യൻ്റെ ആത്മാവിനെ സജീവമാക്കുവാൻ വേണ്ടി അവൻ്റെ ആത്മാവിന് ജീവൻ നൽകുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയത്. അന്ന് തൊട്ട് എപ്പോഴും ഓരോ നിമിഷവും ദൈവവുമായുള്ള നിരന്തര സംസർഗത്തിലും സമ്പർക്കത്തിലുമാണ് അവൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ അവൻ ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആകാൻ പരിശ്രമിച്ചപ്പോൾ, അതാണ് ആദ്യത്തെ പാപം, ബീയിങ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഗാഡ്. ഇന്നും ഏറ്റവും വലിയ പാപം അതാണ്. എന്ത്? ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ രണ്ടാമത്തെ പാപം എന്താണ് എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പാപം ബീയിങ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം യുവർ ബ്രദർ. അതാണ് കയീൻ കാണിച്ചത്. എന്നാണ് കയീൻ പറയുകയാണ്, ഐ വോണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ്. എൻ്റെ ലോകത്തിൽ എൻ്റെ സഹോദരൻ ഉണ്ടാകാൻ പാടില്ല. ആദം പറഞ്ഞു, എൻ്റെ ലോകത്തിൽ എനിക്ക് ദൈവത്തെ വേണ്ട. കയീൻ പറഞ്ഞു, എൻ്റെ ലോകത്തിൽ എനിക്ക് എൻ്റെ സഹോദരനെ വേണ്ട. അതുകൊണ്ടാണ് അവൻ സഹോദരനെ കൊല്ലുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് പാപങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, ദൈവത്തിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസും, രണ്ട്, സഹോദരനിൽ നിന്ന് ഉള്ള ഇൻഡിപെൻഡൻസും. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞ ഒരു കാര്യമാണത്. എന്നാൽ ഈ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ, നമ്മൾ മുന്നോട്ട് പോകുന്നില്ല, അതിനുള്ള സമയം നമുക്കില്ല. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ മുതൽ അവൻ ദൈവത്തിന് മരിച്ചവനായി തീർന്നു. കർത്താവ് പറഞ്ഞു, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നുമ്പോൾ തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നാൽ, അതായത് എന്നിൽ നിന്ന് നീ ഇൻഡിപെൻഡൻ്റ് ആയാൽ പിന്നെ നിനക്ക് സ്വയമായ ജീവനില്ല. ആനിമൽ ലൈഫ് പിന്നെയും ഉണ്ട്. അത് തിന്നതിന് ശേഷം 900-ലേറെ സംവത്സരങ്ങൾ ആദം ജീവിച്ചിരുന്നു, ഇല്ലേ? പക്ഷേ അവൻ ദൈവത്തിന് മരിച്ചവനായി തീർന്നു. അഥവാ അവൻ്റെ ആത്മാവ് സജീവമല്ലാതായി തീർന്നു. അവൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള ഫ്യൂഷൻ നഷ്ടപ്പെട്ടു. മുകളിൽ നിന്ന് ജീവൻ ഒഴുകി വരുന്നത് നിന്നു. ഇതാണ് ആത്മീയ മരണം സംഭവിച്ചവരായ ഒരു മനുഷ്യൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നമ്മയും അവൻ ഉയിർപ്പിച്ചു എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് അകന്ന, ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയ എല്ലാ മനുഷ്യനും അടിസ്ഥാനപരമായി മരിച്ചവനാണ്. ശരീരത്തിൽ മരിച്ചവനല്ല, ആത്മാവ് മൃതമാണ്. അഥവാ ആത്മാവ് സജീവമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തിട്ട് പോലും ദൈവം ഒറ്റയടിക്ക് വന്നിട്ട് അവനെ പുറത്താക്കി കളയുന്നതിന് പകരം വീണ്ടും ദൈവം അവൻ്റെ പുറകെ വരുന്നതാണ് കാണുന്നത്. അതാണ് ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നത്. പിന്നെയും ദൈവം വന്നിട്ട് ചോദിക്കുക, ആദമേ നീ എന്താ കാണിച്ചത്? നീ എവിടെയാ? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആഡം വേർ യു ആർ എന്ന് ചോദിക്കുന്നത് ഏത് മരത്തിൻ്റെ പുറകിലാണ് നീ ഒളിച്ചിരിക്കുന്നതെന്നല്ല. ആദമേ, നിന്നെ ഞാൻ എവിടെയാ ആക്കിയത്? ഇപ്പോൾ നീ എവിടെയാണ്? നീ എന്താ എന്നെ ഇട്ടിട്ട് പോയത്? ഞാൻ നിൻ്റെ അപ്പനല്ലേ? എന്നെ നീ ഇട്ടിട്ട് പോകാൻ കാര്യം എന്താണ്? അതായത് ദൈവത്തിൻ്റെ ഒരു വിലാപമാണ് ആ ചോദ്യം. ഞാൻ നിന്നെ ആക്കിയത് എവിടെയാണ്? നീ ഇപ്പോൾ എവിടെയാണ്? എന്നാൽ വീണ്ടും അവൻ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിന് മരിച്ചവനായി ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ചു തിന്നാൽ അവന് പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്ത നിലയിൽ അവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക്, അതാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ പ്രത്യേകത. ഏത് അവസ്ഥയിൽ അത് തിന്നുന്നോ അതേ അവസ്ഥയിൽ അവൻ ജീവിക്കും. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇനി ഇവനെ വിട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവൻ മടങ്ങി വരുവാൻ ആഗ്രഹമില്ലാത്തവനായി നിത്യമരണത്തിന് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താലോ? ആ പേടിയിലാണ് ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത്. എന്ന് വെച്ചുകൊണ്ട് ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവം അവന് കൊടുക്കത്തില്ലെന്ന് അർത്ഥമില്ല. ഇതുണ്ടാക്കിയത് ആർക്ക് വേണ്ടിയാ? ജീവവൃക്ഷത്തിൻ്റെ ഫലം മനുഷ്യന് വേണ്ടിയാ. ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം മനുഷ്യൻ പറിച്ച് തിന്നണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. അത് പക്ഷേ ദൈവവുമായുള്ള സംസർഗത്തിൽ കഴിയുമ്പോൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവ സംസർഗത്തിൽ അവൻ എന്നേക്കും ജീവിക്കും. പക്ഷെ ദൈവ സംസർഗം വിട്ട്
ദൈവത്തിന് മരിച്ചവനായിട്ട് ഇത് പറിച്ചു തിന്നു കഴിഞ്ഞാൽ പിന്നെ എന്നേക്കും ദൈവത്തിന് മരിച്ചവനായി തീരും. പിന്നെ വീണ്ടെടുപ്പ് അസാധ്യമായി തീരും. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അവനെ ഏദൻ തോട്ടത്തിന് പുറത്താക്കി. പക്ഷേ ആ ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം അവൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഒരിക്കൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, ജയിച്ചു ചെല്ലുമ്പോൾ, അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം നമ്മൾ കാണുന്നത്, ജയിക്കുന്നവന് ഞാൻ ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. കാര്യം, ജയിക്കുന്നവനത് തിന്നാൽ എന്നേക്കും ജയാളിയായി ജീവിക്കും. പരാജയപ്പെട്ടവൻ തിന്നു കഴിഞ്ഞാൽ അവൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി അവൻ മരിച്ചു പോകും. അല്ലെങ്കിൽ നിത്യമരണത്തിന്, നിത്യനരകത്തിന് അവൻ ഇടയായിത്തീരും. അത് സംഭവിക്കാതിരിക്കാൻ ജയിച്ചു ചെല്ലുമ്പോൾ നമുക്ക് തരാൻ വേണ്ടി തന്നെ ദൈവം ഇത് സൂക്ഷിച്ചു വച്ചിരിക്കുക. അല്ലാതെ ദൈവം നമ്മളോട് നമുക്കൊരിക്കലും ഇത് തരാതിരിക്കാൻ വേണ്ടി മാറ്റി എന്നുള്ള അർത്ഥമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ദി എക്സ്പെൽഷൻ ഫ്രം ദി പാരഡൈസ്, പർദീസയിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയത്, ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ട് ഓഫ് പനിഷ്മെന്റ്, ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഗ്രേസ്. ശരിക്കും അത് വലിയ ഒരു ശിക്ഷയുടെ പ്രതിഫലനമെന്നല്ല, പ്രത്യുത കരുണയുടെ പ്രതിഫലനമെന്നാണ് നമ്മൾ കാണേണ്ടത്. കാര്യം, അവൻ നമുക്ക് വേണ്ടി അത് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് അവൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം, നമ്മൾ ഇന്നലെ കണ്ട ഒരു കാര്യമുണ്ട്, പുത്രാധികാരം തേജസ്സാണ്. ആ തേജസ്സിൻ്റെ വസ്ത്രം അവൻ കീറിക്കളഞ്ഞു, പാപത്തിൻ്റെ കത്തിയെടുത്ത് കുത്തിക്കീറിക്കളഞ്ഞു. അതുകൊണ്ടിപ്പോൾ അവൻ തേജസ്സിൻ്റെ വസ്ത്രമില്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ നഗ്നനായിട്ട് പിന്നീട് അവന് കയറാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അവന് തിരിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഇതെക്കാലത്തെയും മനുഷ്യന്റെ പ്രശ്നമാണ്. അവൻ തേജസ്സിന്റെ വസ്ത്രത്തിന് പകരം അത്തിയില കൂട്ടിത്തുന്നി ഉടയാളെ ഉണ്ടാക്കി അവൻ അത് അരമറയ്ക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അത്തിയില കൂട്ടിത്തുന്നി, അതായത് തേജസ്സിന് പകരമായിട്ട്. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. വാസ്തവത്തിൽ മനുഷ്യന്റെ എല്ലാ മതപരിശ്രമങ്ങളും എന്തിനാണെന്നറിയാമോ? തേജസ് മടക്കി കിട്ടാനാ. ആദാം അത്തിയില ഉണ്ടാക്കി, പക്ഷേ അത്തിയിലേക്ക് തേജസ് മടക്കി കൊടുക്കുവാൻ കഴിയുകയില്ല. മാനുഷികമായി തേജസ് പ്രാപിക്കുവാൻ, ദൈവത്തെ പോലെയാകുവാൻ, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നിമ്രോദ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ശിനാറിൽ കുടിയേറിയ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്തു പറഞ്ഞു? വരുവീൻ, നാം ഇഷ്ടിക അറുത്ത് നമുക്ക് ഒരു ഗോപുരം ഉണ്ടാക്കാം. ലെറ്റ് us make a tower that reaches heaven. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കാം, നമ്മൾ ചിതറിപ്പോകരുത്. എന്താ അതിൻ്റെ അർത്ഥം? ഞാനത് വായിച്ചപ്പോൾ പലപ്പോഴും പണ്ട് ആലോചിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗോപുരം ഉണ്ടാക്കുന്നതിന് എന്തിനാ ദൈവം പിണങ്ങുന്നത്? ഗോപുരം ഉണ്ടാക്കുന്നത് തെറ്റാണ്. പക്ഷേ അവിടുത്തെ ഗോപുരം എന്തിനാണ് അവരുണ്ടാക്കുന്നത്? സ്വർഗത്തോളം എത്താൻ വേണ്ടി. അതായത് അവർ പറയുന്നത്, നമ്മളിപ്പോൾ ഭൂമിയിലല്ലേ, നമുക്ക് ദൈവത്തെ പോലെ ആകണം. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളും ദൈവം ഈക്വൽ ആകുമല്ലോ. പിന്നെ നമുക്ക് ദൈവം വേണ്ട. ലെറ്റ് us make a name for ourselves. ഇനിയിപ്പോൾ ദൈവത്തിന്റെ പേരിലൊന്നും ആരും പോകണ്ട, നമ്മുടെ പേരിൽ. ദൈവത്തെ പോലെ ആകാനാണ് ആദാം പഴം പറിച്ചു തിന്നതെങ്കിൽ ശിനാർ ദേശത്ത് അവര് ഗോപുരം പണിയുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തെ പോലെ ആകാൻ. പക്ഷേ ദൈവം അത് അവരുടെ പദ്ധതിയെല്ലാം തകർത്ത് കളയുന്നതാണ് നമ്മൾ കാണുന്നത്. നെബൂഖദ്നേസർ അവൻ്റെ എല്ലാ പ്രതാപവും കൊണ്ട് വലിയ മണിമാളിക ഉണ്ടാക്കി, ഇതൊക്കെയും എൻ്റെ മാഹാത്മ്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ മഹതിയാം ബാബിലോൺ അല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കാള പുല്ല് തിന്നുന്നത് പോലെ അവൻ പുല്ല് തിന്ന് ജീവിക്കേണ്ടി വന്നു. മനുഷ്യന്റെ പരിശ്രമങ്ങളാണ്. എന്തിനാ? മഹത്വം സ്വയമായി കണ്ടെത്താൻ, തേജസ് മടക്കി കിട്ടാൻ, തേജസ്സിലേക്ക് പ്രവേശിക്കാൻ മനുഷ്യൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. മതങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. ഇന്നിപ്പോൾ മതമായിരിക്കത്തില്ല. ഈ സെക്യുലർ ലോകത്ത് ഇന്നിപ്പോൾ തേജസ് മടക്കി കിട്ടാൻ, മനുഷ്യന് തേജസ് മടക്കി കൊടുക്കുവാൻ, അതിനാണ് പലപ്പോഴും നമ്മൾ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റിൽ പുകഴുന്നതായ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയില്ലേ?
എത്ര മാധുര്യം ജീവിതം